എന്നെത്താനെ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് പകുതി ഞാനാ കഴുകിയത്. അത് പിന്നെ അങ്ങനെയല്ലേ നമ്മള് കാര്യങ്ങൾ. എന്റെ പൊന്നു മോളെ, ഇതിന് മാത്രം കാക്കയ്ക്ക് ആരായി കുടുംബത്തെ തീറ്റ കൊടുക്കണം? സാറേ ഹെലികോപ്റ്റർ ഒക്കെ കഴുകിയിട്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു കാറും കഴുകിയിട്ടുണ്ട്. അതിന്റെ 250 രൂപ കൊടുക്കണം പുള്ളി പറയണം. വണ്ടിയൊക്കെ കഴുകി നമ്മുടെ യാത്ര ആരംഭിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമുക്ക്. ഒരു സ്കൂട്ടറോടെ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കഴിയാറുണ്ട്. അതെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഹെലികോപ്റ്ററിൽ കയറുന്നത്. അപ്പോ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ എനിക്ക് തരാനുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിൽ എന്നോട് ചോദിക്കുകയും ചെയ്യാം. നിർദ്ദേശം പഠിക്കണം എന്തായാലും. എനിക്കൊരു സംശയമുണ്ട്. ചോദിച്ചോളൂ. നമ്മൾ ഈ ഇതിനകത്ത് കേറി ഇരിക്കുമ്പോ തന്നെ മറ്റേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ചേച്ചിമാര് ജ്യൂസും അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് വരുമോ? എയർ ഹോസ്റ്റസ്. ആ ഹെയർ ഹോസ്പിറ്റലായിട്ട് ഞാൻ വരാം. അമ്മച്ചി, നമ്മുടെ ഈ ഹെലികോപ്റ്ററിനകത്ത് എയർ ഹോസ്റ്റസ് ഇല്ല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് നീ സാധനം ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിന്ന നേരെയാണ് പോവും. നേരെയാണ് പോണ സമയത്ത് പിന്നെ എനിക്ക് ഓടിക്കണ പണിയൊന്നുമില്ല. ഞാൻ നേരെ നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ വന്നിട്ട് അത്യാവശ്യത്തിന് കാപ്പിട്ട് തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തു തരാനോ മറ്റേത് അങ്ങനെ ഓടിക്കോളും. അത് തന്നെ ഓടിക്കോളും. വെറുതെ അല്ല ഈ സാധനം തലയും കുത്തി താഴത്തേക്ക് വന്നു. നല്ല വായലതാ കേട്ടോ. ഇത് തുടങ്ങാൻ നേരത്തെ ആരാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സാറ് തരുമോ? അല്ല, അതൊക്കെ ഞാൻ തന്നെ തരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ എന്റെ കന്യായാത്ര. അപ്പോ സാധാരണ നിങ്ങൾ വണ്ടി കയറുമ്പോ യാത്രിയും പ്രത്യേകം രീതിയെ ഗാഡി നമ്പർ റെയിൽവേ അത് തീവണ്ടി. ആ തീവണ്ടി പോലത്തെ ഒരു വണ്ടിയല്ല ഇത്. ഇതിലങ്ങനെ അനൗൺസ്മെന്റോ കാര്യങ്ങളോ വേറെ ഒന്നും ഉണ്ടാവില്ല. കേറാതിരിക്കാം, പറക്ക ഇറക്കാം. ഇതാണ് അതിന്റെ സംഭവം. വേറെ ഒരു സംശയം ചോദിക്കാനുണ്ട്. നമ്മളിങ്ങനെ അവിടെ നിന്ന് കേറി ഇങ്ങനെ പറന്നു ഇങ്ങനെ മേളിൽ കൂടി പോയി ഇങ്ങനെ നിക്കുമ്പോ അതിന്റെ ഇന്ധനം തീർന്നു ചിന്തിക്കുക. അപ്പൊ എന്ത് പറ്റും? നമ്മൾ അതോടെ തീർന്നു ചിന്തിച്ചാൽ മതി. നല്ലത് ചിന്തിക്കാൻ പഠിക്കാതെ തന്നെ, അല്ലാതെ വെറുതെ റെഡിയാ. അത് ഇടയ്ക്കിടയ്ക്ക് റെഡി. വണ്ടി ഓടുന്ന സമയത്ത് ഉണ്ടാവില്ല അത്. പിന്നെ 1500ഓളം അടി ഹൈറ്റിൽ നമുക്കൊരു ഹെലികോപ്റ്റർ പറത്താൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ 1500 അടി മുകളിൽ വെച്ചൊരു ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഓപ്ഷൻ എടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടും പൊട്ടിത്തെറിച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. പൊട്ടിത്തെറിക്കണേ എന്തായാലും പൊട്ടിത്തെറിക്കുമല്ലോ. സീറ്റ് ബെൽറ്റ് ഓടി തെറിച്ചു പോകരുതല്ലോ, ഇരിക്കണമല്ലോ. പോണ വഴിക്ക് പറക്കിയെടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു പാരഷൂട്ട് ഉണ്ടാവും. ആ പാരഷൂട്ട് നമ്മൾ എല്ലാവരും എടുത്ത് അതിൽ തൂങ്ങി എവിടെയെങ്കിലും പോയി ലാൻഡ് ചെയ്യാം. പാരഷൂട്ടാർന്ന ആ സീറ്റിന്റെ അടിയിൽ ആ വണ്ടി വരാൻ നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി. ഞാനത് നെല്ലുണക്കാൻ നേരത്ത് കാക്ക വരാതിരിക്കാൻ വേണ്ടി കുത്തി വെച്ചു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കയറുന്നോണ്ടും ഞാൻ സ്ഥിരമായി കയറുന്നോണ്ടും ഞാൻ പറയുകയാണ്, എന്തെങ്കിലും അപകടം മുകളിൽ വച്ച് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഞാൻ നിങ്ങൾക്കൊരു സൂചന തരും. അതുപോലെ ചെയ്യും. എന്തൊക്കെ കാണിക്കേ? അങ്ങനെ നിങ്ങളോട് ചെയ്യാനല്ല പറഞ്ഞേ. അയ്യോ. പിന്നെ വേറൊരു കാര്യം കൂടി. ഒരു ഹെലികോപ്റ്ററിൽ ശരാശരി 6 പേർക്ക് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ നിങ്ങൾ 6 പേരുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ ആരെ ഓടിക്കുന്നത്? അല്ല, ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ വണ്ടി കഴുകാൻ വേണ്ടി വന്നതാ. നീലേ പറഞ്ഞ നേരത്തെ ഓടിക്കേണ്ട ആവശ്യമില്ല, സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പൊക്കോളും. അല്ല, ഒരാൾ പേരിന് അവിടെ ഇരിക്കട്ടെ. ഹെലികോപ്റ്റർ എന്തോന്നും നീ തൂങ്ങിക്കിടന്നോളാം. കാര്യം ചെയ്യും. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനത്ത്. എനിക്ക് ഹെലികോപ്റ്ററിൽ 2-3 പണികളും കൂടി ഉണ്ട്. തുണിയാ തൊപ്പി വേണ്ടേ? തൊപ്പി ഇരിക്കട്ടെ. അതായത് നമ്പർ പ്ലേറ്റ് ആരും ഒഴിവാകും. ഒരാളെ ആർക്കണം. അല്ല, ഞാൻ എനിക്ക് പറക്കണം. ഞാനില്ലാതെ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആരെ ഒഴിവാകുന്നുള്ള തീരുമാനം നമുക്ക് ഒരു സ്റ്റാൻഡപ്പ് കണ്ടിട്ട് വരാം. ശരി, നമുക്കങ്ങ് മാറാം. ഞാൻ പറഞ്ഞേക്കാം. എനിക്ക്